പച്ചപ്പിന്റെ അനന്തതയിലേക്ക് കണ്ണും നട്ട് മേഘങ്ങളെ ചുംബിച്ചുണർത്തിയിരുന്ന വെള്ളാർമല അവളൊരു സുന്ദരിയായിരുന്നു. വയനാടൻ മലനിരകളുടെ നെറുകയിൽ പ്രകൃതി കാത്തുവെച്ച വിസ്മയം. അമ്പരച്ചുംബികളായ നീലമലകളാൽ ചുറ്റപ്പെട്ട വെള്ളാർമല കുന്നിൻ ചെരുവുകളിലൂടെ വെള്ളിനൂലുകൾ പോലെ ഒഴുകിയിറങ്ങിയ കൊച്ചരുവികളാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വപ്നഭൂമിയായിരുന്നു. ആ കൊച്ചരുവികൾ ഈ മണ്ണിൽ സംഗീതം പൊഴിച്ചുകൊണ്ടേയിരുന്നു. ഒരു പ്രണയകാവ്യം പോലെ വെള്ളാർമലയ്ക്ക് പാദസ്വരം അണിയിച്ചുകൊണ്ട് പുന്നപ്പുഴ ഒഴുകിയ താഴ്വാരം പ്രകൃതി ഒരുക്കിയ അപൂർവ വിസ്മയമായിരുന്നു. അനന്തമായി പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ, ആ തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പ് പോലെ തന്നെ പ്രതീക്ഷകൾ നിറഞ്ഞ മനസ്സുകളായിരുന്നു ചൂരൽമലയുടെ ജനങ്ങളുടേത്. വന്യമായ കാടിനോടും കാട്ടുമൃഗങ്ങളോടും കാട്ടാറുകളോടും പൊരുതി സ്വന്തം ചോരയും വിയർപ്പും ഈ മണ്ണിലർപ്പിച്ച് പുതിയൊരു ജീവിതം പടുത്തുയർത്തിയ കുടിയേറ്റ കർഷകരുടെയും ആദിമ ഗോത്ര ജനതയുടെയും ഹൃദയഭൂമിയായിരുന്നു അത്. ഏലത്തിന്റെയും കുരുമുളകിന്റെയും സുഗന്ധം നിറഞ്ഞ ഈ മണ്ണിൽ ചെറുകിട നാമമാത്ര കർഷകരുടെയും തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളുടെ ചെറിയ മുറികളിൽ വലിയ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികളാണ് ഈ മലനിരകളെ ഇത്രമേൽ ഹരിതാപമാക്കിയത്. വൈകുന്നേരങ്ങളിൽ വെള്ളാർമല സ്കൂളിന്റെ മുറ്റത്ത് കളിച്ചുല്ലസിച്ച കുരുന്നുകളുടെ ചിരികൾ താഴ്വാരങ്ങളിൽ പ്രതിധ്വനിക്കുമായിരുന്നു. ഓരോ വീടും ഒരു സ്വപ്നമായിരുന്നു. ഓരോ കുടുംബവും പ്രതീക്ഷയുടെ പുതിയ അധ്യായങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രകൃതിയും മനുഷ്യനും കൈകോർത്ത് ജീവിച്ചിരുന്ന ആ നാടിനു മുന്നിൽ വിധി ഒരുക്കി വെച്ചത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമായിരുന്നു. ജൂലൈ 30 ആ പുലരി വയനാടിന്റെ ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത കണ്ണീർ ദിനമായി മാറി. നൂറ്റാണ്ടുകളായി കാത്തുസൂക്ഷിച്ച സംസ്കാരവും തലമുറകൾ പടുത്തുയർത്തിയ ജീവിതവും സ്വപ്നങ്ങളും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പ്രകൃതിയുടെ പ്രക്ഷുബ്ധതയിൽ തകർന്നടിഞ്ഞു. കേരള സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 298 പേർക്ക് ജീവൻ നഷ്ടമായി. 32 പേരെ ഇന്നും കണ്ടെത്താനായിട്ടില്ല. 1558 വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് വീടും ഭൂമിയും ഉപജീവന മാർഗങ്ങളും നഷ്ടമായി. ഒരു കാലത്ത് ജീവനാഡിയായി ഒഴുകിയിരുന്ന പുന്നപ്പുഴ അന്ന് കണ്ണീർ പുഴയായി വഴിമാറി. വിയർപ്പും പ്രതീക്ഷയും നിറഞ്ഞ കൃഷിയിടങ്ങൾ ചെളിക്കൂമ്പാരങ്ങളായി മാറി. തകർന്നടിഞ്ഞ വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ശൂന്യതയിലേക്ക് നോക്കി നിന്ന മനുഷ്യരുടെ നിശബ്ദ നിലവിളി വയനാടിന്റെ ഹൃദയത്തെ നടുക്കി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ. നൂറുകണക്കിന് കുടുംബങ്ങളുടെ ജീവിതം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായി. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ നിസ്സഹായരായി നോക്കി നിന്നു. വീടുകളും വയലുകളും വഴികളും ജീവിത സ്വപ്നങ്ങളും എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ മണ്ണിനടിയിലായി. വീട് നഷ്ടപ്പെടുക എന്നത് ഒരു കെട്ടിടം നഷ്ടപ്പെടുക മാത്രമല്ല, ഓർമ്മകളും സുരക്ഷിതത്വവും സ്വപ്നങ്ങളും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയും നഷ്ടപ്പെടുക കൂടിയാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രത്യാശയുടെ വിളക്കായി ചില കൈകൾ മുന്നോട്ട് നീങ്ങി. ദുരന്ത നിവാരണ ശില്പശാല ശ്രേയസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉദ്ഘാടനം ചെയ്തു. ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് കൈത്താങ്ങായി മാറുകയായിരുന്നു ബത്തേരി രൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ ശ്രേയസ്. മനുഷ്യസ്നേഹത്തിന്റെയും സമൂഹ പങ്കാളിത്തത്തിന്റെയും കരുത്തിൽ ഒരു പുതിയ ദൗത്യത്തിന് തുടക്കമായി ശ്രേയസ് ഓഫീസ് ബത്തേരി. അത്തരമൊരു ഘട്ടത്തിലാണ് ബത്തേരി രൂപത പ്രത്യാശയുടെ വെളിച്ചവുമായി ഈ ദുരന്ത ഭൂമിയിലേക്ക് കടന്നു വന്നത്. കത്തിയമർന്ന ചാരത്തിൽ നിന്നും ചിറകടിച്ചുയരുന്ന ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നഷ്ടപ്പെട്ടുപോയ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകു നൽകി പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യ മനസ്സുകളിൽ പ്രത്യാശയുടെ പുനർജനിയായി
ഒരു പുതിയ അധ്യായം തുറന്നുകൊണ്ട് ബത്തേരി രൂപത ആ തകർന്നടിഞ്ഞ മനസ്സുകളിലേക്ക് ചേക്കേറുകയായിരുന്നു. ദുരന്തത്തിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിച്ച കുടുംബങ്ങളെ കണ്ടെത്തുകയും അവരുടെ സാഹചര്യങ്ങൾ നേരിൽ വിലയിരുത്തുകയും ചെയ്ത ശേഷമാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. വീട് മാത്രമല്ല, ഒരു ജീവിതം പുനർനിർമ്മിക്കുക എന്നത് ഉത്തരവാദിത്വമായി ശ്രേയസ് വിശ്വസിച്ചു. നിരവധി കുടുംബങ്ങൾക്ക് ഒരു സുരക്ഷിത ഭവനം, ഒരു പുതിയ തുടക്കം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങി. അങ്ങനെ പ്രതീക്ഷയുടെ ആദ്യ കല്ലിടലിന് തുടക്കമായി. ഒരു വലിയ സ്വപ്നം ഒരാൾ മാത്രം സാക്ഷാത്കരിക്കാൻ കഴിയില്ല. ഈ ദൗത്യത്തിനൊപ്പം നിന്നത് നിരവധി സുമനസ്സുകളും സ്ഥാപനങ്ങളുമാണ്. ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് മനസ്സറിഞ്ഞ് കൂട്ടായ്മയായി കാരുണ്യപൂർണമായ പിന്തുണയുമായി അവർ ഒത്തുചേർന്നു. ഒടുവിൽ വിവിധ സംഘടനകളുടെയും സുമനസ്സുകളുടെയും ആത്മാർത്ഥമായ സഹകരണത്തോടെ 45 കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചുവരുകൾ ഉയർന്നു. ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന 45 മനോഹര ഭവനങ്ങൾ ഈ മണ്ണിൽ പിറന്നു. ഇത് വെറും വീടുകളുടെ നിർമ്മാണമല്ല, ഒരു ജനതയുടെ ആത്മവിശ്വാസത്തിന്റെ പുനർനിർമ്മിതിയായിരുന്നു. ശ്രേയസിന്റെ 45 വർഷത്തെ കാരുണ്യ സേവന ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു സുവർണ അധ്യായമായി ഈ ഭവന പദ്ധതി മാറുകയാണ്. ദുരന്തത്തിന്റെ ഇരുണ്ട ഓർമ്മകൾക്കിടയിൽ പ്രതീക്ഷയുടെ പുതിയ വെളിച്ചം തെളിയിച്ച അധ്യായം. പതറിപ്പോയ ഒരു ജനതയ്ക്ക് തണലേകാൻ വിവിധ സംഘടനകളുടെ ആത്മാർത്ഥമായ സഹകരണത്തോടെ ഒടുവിൽ ആത്മാഭിമാനത്തിന്റെ 45 മനോഹര ഭവനങ്ങൾ ഈ മണ്ണിൽ പണിതുയർത്താൻ ശ്രേയസിന് കഴിഞ്ഞു. അഭിമന്യ ജോസഫ് മോർ തോമസ് പിതാവിന്റെ ദീർഘവീക്ഷണത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കും അനുസൃതമായി യുവത്വത്തിന്റെ പ്രസരിപ്പും ഊർജ്ജസ്വലതയും ആത്മാർപ്പണബോധവും കൈമുതലാക്കിയ ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ഡേവിഡ് ആലുങ്കിലിന്റെ നേതൃത്വത്തിലുള്ള ശ്രേയസ് ടീം ഈ സ്വപ്ന പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചു. ഈ അനശ്വര സ്നേഹസ്പർശം ഇന്നിതാ അതിന്റെ പൂർണ്ണ രൂപത്തിൽ അപ്രിയപ്പെട്ട കൈകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഈ ദൗത്യത്തിൽ പങ്കാളികളായ KCBC, കേരള സോഷ്യൽ സർവീസ് ഫോറം, സേവ് എ ഫാമിലി പ്ലാൻ, FMM സിസ്റ്റേഴ്സ് ബത്തേരി രൂപത എന്നിവരുടെ ഉദാരമായ പിന്തുണയാണ് ഈ സംരംഭത്തിന്റെ കരുത്ത്. ഓരോ കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ വിലയിരുത്തി സാമ്പത്തിക സഹായം ലഭ്യമാക്കി. മനുഷ്യസ്നേഹം ഒന്നിച്ചപ്പോൾ പ്രതീക്ഷയ്ക്കൊരു വിലാസം പിറന്നു. ഓരോ രൂപയും ഓരോ സഹായവും ഒരിഞ്ച് ചുവരായും ഒരു കരുതലിന്റെ കൈയായും മാറ്റപ്പെട്ടു. ഒരിഷ്ടിക, ഒരു ഭിത്തി, ഒരു മേൽക്കൂര. ഓരോ ഘട്ടവും ഓരോ കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ് ഉയർത്തിയത്. ഓരോ വീടും ഗുണഭോക്താവിന്റെ കുടുംബ വലുപ്പവും ആവശ്യങ്ങളും പരിഗണിച്ചാണ് രൂപകൽപ്പന ചെയ്തത്. 850 മുതൽ 1700 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകൾ സുരക്ഷിതവും ദീർഘകാല ഉപയോഗത്തിന് അനുയോജ്യവുമായ രീതിയിലാണ് നിർമ്മിച്ചത്. 45 വീടുകൾ എന്നാൽ 45 കെട്ടിടങ്ങൾ മാത്രമല്ല, 45 പുതിയ ജീവിതങ്ങളുടെ തുടക്കങ്ങൾ കൂടിയാണ്. അത് വെറും ഒരു ഭവന പദ്ധതിയായിരുന്നില്ല. നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള ദീർഘവീക്ഷണം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് രൂപതയുടെ സാമൂഹ്യ സേവന പ്രസ്ഥാനമായ ശ്രേയസ് വിലാപങ്ങൾ ഉയർന്ന ആ താഴ്വാരങ്ങളിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കരുതലിന്റെയും കാവലാളായി മാറിയത്. പ്രതിസന്ധികളെ കാറ്റിൽ പറത്തി എത്രയും വേഗം ഈ ഭവനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രേയസിന് കഴിഞ്ഞു. ഈ കാരുണ്യഹസ്തം ചൂരൽമലയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അട്ടമല പ്രദേശത്തെ ആദിവാസി കുടിലുകളിലും ദുരന്തത്തിന്റെ മലവെള്ളപ്പാച്ചിലിൽ ഒറ്റപ്പെട്ടുപോയ നിലമ്പൂർ വനമേഖലകളിലെ ആദിവാസി ഗോത്രജന വിഭാഗങ്ങളുടെ ഇടയിലേക്കും ശ്രേയസിന്റെ സ്നേഹദൂത് എത്തിച്ചേർന്നു.
ദുരന്തമുഖത്ത് പകച്ചുനിന്ന ആ ഗോത്രജനതയുടെ പുനർജീവനത്തിനും അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും കാവലാളായി മാറാനും ഈ മഹാപ്രസ്ഥാനത്തിലൂടെ ശ്രേയസിന് സാധിച്ചു. ഒടുവിൽ വിവിധ സംഘടനകളുടെയും സുമനസ്സുകളുടെയും ആത്മാർത്ഥമായ സഹകരണത്തോടെ 45 കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചുവരുകളുയർന്നു. ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന 45 മനോഹര ഭവനങ്ങൾ ഈ മണ്ണിൽ പിറന്നു. ഇത് വെറും വീടുകളുടെ നിർമ്മാണമല്ല, ഒരു ജനതയുടെ ആത്മവിശ്വാസത്തിന്റെ പുനർനിർമ്മാണമായിരുന്നു. ഇന്ന് ഈ വീടുകളിൽ വെളിച്ചമുണ്ട്, ചിരിയുണ്ട്, സുരക്ഷിതത്വമുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള ആത്മവിശ്വാസമുണ്ട്. ഒരിക്കൽ ദുരന്തത്തിന്റെ കണ്ണീർ മാത്രം നിറഞ്ഞിരുന്ന ഈ ജീവിതങ്ങളിൽ നിന്ന് സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം മായ്ച്ചു കളയാൻ നമുക്കാവില്ല, പക്ഷെ ആ ഓർമ്മകളുടെ ഇടയിൽ പ്രത്യാശയുടെ കഥകൾ എഴുതാൻ നമുക്ക് കഴിയും. നാൽപ്പത്തഞ്ച് കുടുംബങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ പുതിയ വെളിച്ചം തെളിയിക്കാൻ കഴിഞ്ഞത് സമൂഹത്തിന്റെ കൂട്ടായ കരുതലിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും ഫലമാണ്. പ്രതിസന്ധികൾ മനുഷ്യരെ തളർത്താം, എന്നാൽ മനുഷ്യ സ്നേഹത്തിനു മുന്നിൽ അവ തോറ്റുപോകും. ശ്രേയസ് കരുതലിലൂടെ ജീവിതങ്ങൾ പുനർനിർമ്മിക്കുന്നു. പുനർജീവിതത്തിന്റെ സ്വപ്നക്കൂടുകൾ വെറും ഒരു ഭവന പദ്ധതിയുടെ കഥയല്ല, മറിച്ച് അതിജീവനത്തിനായി കൈകോർത്ത മനുഷ്യഹൃദയങ്ങളുടെ കഥയാണ്. അതെ, പ്രത്യാശയുടെ ഈ പുതിയ വാതിലുകൾ ഒരിക്കലും അടയുന്നില്ല. ഇന്ന് ഉയർന്ന ഈ വീടുകളുടെ വാതായനങ്ങളിൽ നാം കോറിയിടുന്നത് ഒരു വാചകമാണ്: നിങ്ങളിനി തനിച്ചല്ല, ഈ യാത്രയിൽ കാവലായി ഞങ്ങളുണ്ട് കൂടെ.